Hi guys. Hello everyone. Appo thank you so much first of all for the 1000 subscribers. അതെ അപ്പോൾ ഇപ്പോൾ 1089 ആ 1000 ആൾക്കാരെ ഞാൻ appreciate അതെ അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോ ഇവിടെ എത്ര മണിയായി? 8:55 ഞങ്ങള് ഈ രാത്രി ഇവിടുന്ന് നേരെ പോകുന്നത് വിക്കി ചേട്ടന്റെ അഞ്ജലി ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. കാരണം അഞ്ജലി ഇന്ന് ഏർലി മോർണിംഗ് 4 o'clock ഇന്ത്യയിലോട്ട് പറന്നു പോവുക. നല്ല സന്തോഷം. അപ്പോ ചേച്ചി നാട്ടിലെത്തിയിട്ടേ ഈ വീഡിയോ വരത്തുള്ളൂ. അപ്പോ ചേച്ചി ടേക്ക് കെയർ. ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫ്രം ആന്റി ഞങ്ങളുടെ ഫോൺ. ഡോണ്ട് മിസ് ദാറ്റ്. അതെ, അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഞങ്ങൾ ചേച്ചീനെ പോയി കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വരാന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ പോവാം. ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ അവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോവാണ്. ഇന്നലെ ഇവിടെ ഇന്ന് ഇവിടുത്തെ തണുപ്പ് ഭയങ്കര നല്ലതാ. ഇവിടെ ഇപ്പൊ -17 ആണ്. 9 ഡിഗ്രി ഇൻ ഒണ്ടാരിയോ, ലണ്ടൻ. അതെ, ഇന്നലെയൊക്കെ വരെ -36-40 ആയിരുന്നു. അതിന്ന് ഇതെന്താ ഓരോ ദിവസം ഇവിടെ ഓരോ വണ്ടികൾ പൊളിഞ്ഞു കിടക്കുന്നത്. കഴിഞ്ഞ മഞ്ഞത്തൊരുത്തം പൊളിച്ചുകൊണ്ടോന്ന് ഇടിക്കുക. ഇത് കണ്ടു, വേറെയും ഒരു ഇത് പൊളിഞ്ഞു കിടക്കുന്നു. നമുക്കകത്തോട്ട് പോവാം. വീട്ടിൽ പോകുന്നത് വിക്കിന്റെ വീട്ടിൽ 2 പേരും ഒക്കെ ആയിരുന്നെങ്കിൽ 2 പ്രസ് ചെയ്തിട്ട് ബെല്ല് ചെയ്യണം. 2 പേര് കയറണമെങ്കിലോ. അങ്ങനെ യോജി ചേട്ടൻ മോസ്ജോ എന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. യോജി ചേട്ടൻ വരുന്ന കാര്യം ഓൾറെഡി അഞ്ജലി ചേച്ചിയുടെ അടുത്തൊന്നും പറഞ്ഞില്ല. കാരണം ചേട്ടന് ഓൾറെഡി ജോലി ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ജോലി കഴിഞ്ഞ് നേരെ വണ്ടി ഓടിച്ച് വരുമായിരുന്നു ഇങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയാനായിട്ട് അഞ്ജലി ചേച്ചിക്ക്. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ സർപ്രൈസ് പാളിപ്പോയിട്ടുണ്ട്. അത് നിങ്ങൾ ഉടനെ കാണും. അറിയായിരുന്നു വരും. എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കിടന്നു. എയർപോർട്ടിൽ പോവാ, എന്നിട്ട് അവിടെ അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് തിരിച്ചു. ഫ്രണ്ടിൽ പോകുന്നത് വിക്കി ചേട്ടനും അഞ്ജലി ചേച്ചിയാണ്. അപ്പോൾ ഇവിടുത്തെ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കുഞ്ഞ് എയർപോർട്ടാണ് രജാന എയർപോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് വെളിയിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ്സൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. ദേ കണ്ടില്ലേ, ഇത് ഞങ്ങൾ ഈ വെസ്റ്റ് ജെറ്റിലാണ് അഞ്ജലി ചേച്ചി ഇവിടെ നിന്ന് ടൊറൻഡോ പോയിട്ട് അവിടെ നിന്ന് ഖത്തർ എയർവേസ്. യെസ്, അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ശരിയാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്ത് നേരെ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു, ലഗേജ്. അപ്പോൾ ഞങ്ങൾ നേരെ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഒട്ടും തണുപ്പ് കുറവായിട്ട് ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് -25 അങ്ങനെ എങ്ങാണ്ടുമാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അകത്ത് കയറി ചെക്ക് ഇൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഹായ്, എന്താ നമ്മൾ ചെയ്യണേ? നമ്മൾ അഞ്ജലിന്റെ ബാഗ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ. ഒരു തവണ വെയിറ്റ് ചെയ്തിട്ട് അവർ ഇറക്കി. നമ്മൾ വെച്ച് ടാക്ടിക്കലി ചെയ്ത് മൂവ് ചെയ്ത് അല്ലേ പാറോ? അതെ, കാണിച്ചു തരാം. അവരവിടെ ഇപ്പോഴും ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാഗൊക്കെ. എന്നെയും പിരിഞ്ഞോണ വിഷമമില്ല. വിക്കി ഒറ്റയ്ക്കാക്കിട്ട് നാട്ടില് പോകാനാണ്. തിരിച്ചുവരാൻ വിഷമമുണ്ടോ? ഒരാഴ്ച വെറൈറ്റി കടയിൽ പോയിരിക്കും. ഞാൻ വീട്ടിൽ പോയി നല്ല പൊരിച്ച മീനൊക്കെ കഴിക്കുമ്പോ നീ കഴിക്കണേലും ഒന്നും എനിക്ക് പറയാനില്ല. ദയവ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ അയച്ച് നിന്നെ സ്റ്റെപ്പ് വരെ ഞാൻ കയറ്റി വിടാം. വരും. നമുക്ക് എസ്കലേറ്ററിൽ പോകുമ്പോ ബൈ പറഞ്ഞു പോവാം. പോവാടി, നാട്ടിൽ പോവാടി. ഞാൻ നാട്ടിൽ പോവാം. തന്നെ പോണം നമുക്ക്. കേറി തന്നെ തിരിഞ്ഞു.